എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ. അപ്പോൾ എല്ലാവരും പുസ്തകം എടുത്തിരിക്കുകയല്ലേ? അപ്പം മെയിൻ ഹെഡിങ് ചാപ്റ്ററിൻ്റെ പേര് അവിടെ എഴുതിയേക്കണം. ഞാൻ എഴുതുമ്പോൾ തന്നെ അവിടെ എഴുതി. ഇംഗ്ലീഷ് മീഡിയക്കാരാണ് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് എഴുതേണ്ടത്. ഈക്വൽ ട്രയാങ്കിൾസ്. മലയാളം മീഡിയക്കാരെന്താ എഴുതേണ്ടത്? തുല്യ ത്രികോണങ്ങൾ. തുല്യ ത്രികോണങ്ങൾ. ഇപ്പം എല്ലാവർക്കും ട്രയാങ്കിൾ എന്താണെന്നറിയാം. ഒരു ത്രികോണം എന്താണ്? ഒരു ത്രികോണം വരച്ച്, ഇതല്ല ത്രികോണം. ഇതിൻ്റെ ഇങ്ങനെ ഇതൊക്കെ ഒരു 3 ആംഗിൾസ് ഉണ്ട് അല്ലേ? കോണുകൾ 3 എണ്ണല്ലേ? ഈ 3 കോണുകളുടെ തുക എത്രയെന്ന് അറിയോ നിങ്ങൾക്ക്? അതാദ്യം തന്നെ എഴുതി വെക്കണം. ത്രികോണത്തിൻ്റെ കോണുകളുടെ ഇത് മലയാളം മീഡിയക്കാർ എഴുതിയാൽ മതി. കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രി. മറ്റൊരെന്താ എഴുതണ്ടേ? സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എത്രയാണ്? 180 ഡിഗ്രി. അപ്പോൾ ഇത് ആദ്യം തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇത്. ഓക്കെ, എല്ലാവരും അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് എഴുതിയിട്ട് ഈ ഫസ്റ്റ് പോയിന്റ്, ഒരു ത്രികോണം വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക 180 ഡിഗ്രിന്ന് എഴുതി വയ്ക്കുക. ഇത്ര എഴുതി വെച്ചതിന് ശേഷം നമുക്ക് പതിയെ ചാപ്റ്ററിലേക്ക് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾക്ക് ഞാനൊരു വർക്ക് തരാം. ഞാനിവിടെ ഫസ്റ്റ് ഒരു ത്രികോണം വരയ്ക്കാം കേട്ടോ. ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇപ്പം എന്ത് ചെയ്യുക? ഇതിൻ്റെ ഒരു സൈഡ് എന്ത് ചെയ്യാണ്? ഞാൻ കൊടുക്കുകയാണ് 3. ഒരു സൈഡ് ഞാൻ 3 സെൻറ്റിമീറ്റർ, അടുത്ത സൈഡ് ഞാൻ 4 സെൻറ്റിമീറ്റർ, അടുത്ത സൈഡ് ഞാൻ 6 സെൻറ്റിമീറ്റർ. ഇങ്ങനെ ഒരു ത്രികോണം വരച്ചു. നിങ്ങൾക്ക് ത്രികോണം വരയ്ക്കാൻ അറിയില്ല, ഇങ്ങനെയല്ലല്ലോ വരയ്ക്കല്. നിങ്ങൾ വരയ്ക്കൽ എങ്ങനെയാണ്? അങ്ങനെ വരയ്ക്കണം. ഒരു പേജ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു ത്രികോണം വരയ്ക്കണം. താഴെ 3 സെൻറ്റിമീറ്ററിൽ ആദ്യം സ്കെയിൽ വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തും. എന്നിട്ട് എന്ത് ചെയ്യുക? അടുത്ത ഈ 6 സെൻറ്റിമീറ്ററിലെ ഈ 6 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യണം? ഒരു കോമ്പസിലെടുക്കുക അറിയില്ലേ? അങ്ങനെ നിങ്ങൾ 7ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ 6 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തിട്ട് ഇങ്ങനെ ഒരു ചാപ വരയ്ക്കുക. പിന്നെ 4 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ട്രയാങ്കിൾ ഇങ്ങനെ കൂട്ടി വരയ്ക്കാൻ അറിയില്ലേ? ഇങ്ങനത്തെ ഒരു കാര്യം പഠിച്ചിട്ടില്ലേ? ഇത് നിങ്ങൾ 7ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. 3 സെൻറ്റിമീറ്റർ ഈ സൈഡിലേക്കാണ് വരയ്ക്കണമെങ്കിൽ ഈ സൈഡിലേക്ക് കിട്ടും. ഇനിയിപ്പോൾ ഒരാൾ 3 സെൻറ്റിമീറ്റർ ഇവിടെ എടുത്തു, 3 സെൻറ്റിമീറ്റർ എടുത്തു. എന്നിട്ട് ഇങ്ങോട്ടാണ് 6 സെൻറ്റിമീറ്ററിൻ്റെ ചാപ വരയ്ക്കണമെങ്കിൽ 4 സെൻറ്റിമീറ്ററിൻ്റെ ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ അപ്പം ഇങ്ങനെ കിട്ടും. അങ്ങനെയല്ലേ? ആ വരയ്ക്കൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. ഞാൻ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കണം, ഞാൻ പറഞ്ഞു തരണ്ട് കേട്ടോ വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് നിങ്ങൾ ത്രികോണം വരയ്ക്കേണ്ടത്. അല്ലാതെ സ്കെയിൽ വെച്ച് വരയ്ക്കരുത്. സ്കെയിൽ വെച്ച് വരച്ചാൽ കൃത്യം കിട്ടണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഈ കോമ്പസ് വെച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്യുക? നിങ്ങൾ ത്രികോണം വരയ്ക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ ഒരു ത്രികോണം ഇവിടെ വരച്ചില്ലേ? അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? 3 ഐറ്റം 6 ഐറ്റം വരയ്ക്കണം. ഇവിടെ താഴെ 3 സെൻറ്റിമീറ്റർ അല്ലായിരുന്നാ? താഴെ 3 സെൻറ്റിമീറ്റർ, ഈ സൈഡിൽ 6, ഈ സൈഡിൽ 4 അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ? ഇതേപോലെ
6 ഐറ്റം വരയ്ക്കണം എന്ന് പറഞ്ഞില്ലേ, ഇത് ഒരൈറ്റം ആട്ടോ വരയ്ക്കേണ്ടത്. ഇനി അടുത്ത അതേപോലെ തന്നെ 3 സെൻറ്റിമീറ്റർ ഇവിടെ എടുക്കുക. 3 സെൻറ്റിമീറ്റർ ഒരു വര വരയ്ക്കുക സ്കെയിൽ വെച്ചിട്ട്. എന്നിട്ട് കോമ്പസിൽ എത്ര എടുക്കുക, 4 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എടുക്കുക. 4 സെൻറ്റിമീറ്റർ ഇങ്ങനെ ഒരു കർവ് വരയ്ക്കും. പിന്നെ എന്ത് ചെയ്യുക, അതേ കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കും. അപ്പോൾ ഇവിടെ കൂട്ടിമുട്ടും. എന്നിട്ട് അത് യോജിപ്പിക്കൂലേ. ഈ വരയ്ക്കൽ അറിയാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, ഞാൻ പറഞ്ഞിട്ട്. അപ്പം 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇട്ടൂലേ. ഇനി അടുത്ത എന്താ പറയുക, ഇപ്പോൾ ഇത് 3 സെൻറ്റിമീറ്ററാണ് നമ്മൾ താഴത്തെ സൈഡായിട്ട് എടുത്തിട്ടുള്ളത് അല്ലേ. ഇതും 3 സെൻറ്റിമീറ്ററാണ്, ഇതും 3 സെൻറ്റിമീറ്ററാണ്. ഇത് നമുക്ക് 3 സെൻറ്റിമീറ്റർ താഴെ എടുക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് അളവ് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്, 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. ഒരു കുട്ടി ഇപ്പം ഇങ്ങനെ 3 സെൻറ്റിമീറ്റർ താഴെ എടുത്തിട്ട് വരച്ചു. ആ കുട്ടിക്ക് തന്നെ 2 രീതിക്ക് വരയ്ക്കാം. ഒന്ന് ഈ സൈഡിലേക്ക് ആക്കിയിട്ട് വരയ്ക്കാം, ഒന്ന് ഈ സൈഡിലേക്ക് ആക്കിയിട്ട് വരയ്ക്കാം. പിന്നെ അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സംഖ്യകളുള്ളത്, 4, 3, 6. അപ്പം നമ്മൾ നേരത്തെ 3 താഴത്താക്കിയിട്ടാണ് വരച്ചത്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അടുത്ത നിങ്ങൾ വരയ്ക്കേണ്ടത് എന്താ അറിയോ, 4 സെൻറ്റിമീറ്റർ താഴെ എടുക്കുക. 4 സെൻറ്റിമീറ്റർ താഴെ എടുത്തിട്ട് 3 സെൻറ്റിമീറ്ററിലേക്ക് ഇങ്ങോട്ടൊരു കർവ് കോമ്പസ് വെച്ച് വരയ്ക്കുക. 6 സെൻറ്റിമീറ്ററിൻ്റെ കർവ് ഇങ്ങനെ വരച്ചിട്ട് കൂട്ടി യോജിക്കുക. അപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്റർ ഉണ്ടാവും, ഇവിടെ 3 ആയിട്ടുണ്ടാവും. താഴെ 4 ആയി, നേരത്തെ താഴെ അല്ലായിരുന്നു 3, അതേപോലത്തെ ഒന്ന് ഇപ്പുറം വരയ്ക്കുക. ഇതെന്തിനാന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതേപോലെ തന്നെ 4 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരച്ചിട്ട് 3 സെൻറ്റിമീറ്ററിൻ്റെ ഇങ്ങോട്ട് ഒരു കർവ് കോമ്പസ് വെച്ചിട്ട് 6 സെൻറ്റിമീറ്റർ ഇങ്ങനെ. ഈ വരയ്ക്കൽ നിങ്ങൾ 7ാം ക്ലാസ്സിൽ നിന്നും മുന്നേ പഠിച്ചതാണ്. അപ്പം 3 സെൻറ്റിമീറ്റർ ഇവിടെ വരും, 6 സെൻറ്റിമീറ്റർ ഇവിടെ വരും. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ്. ഒരു കുട്ടിക്ക് 4 സെൻറ്റിമീറ്റർ ഇനി എങ്ങനെ എടുക്കാം. ഇപ്പോൾ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, 3 സെൻറ്റിമീറ്റർ താഴാക്കി എടുത്തു. ഇതിൽ 4 സെൻറ്റിമീറ്റർ താഴാക്കി എടുത്തു. ഇനി നമുക്ക് 6 സെൻറ്റിമീറ്റർ താഴാക്കി എടുത്തൂടെ. അപ്പം അതും അപ്പോൾ 6 സെൻറ്റിമീറ്റർ താഴാക്കി എടുത്തു. വലിയ സൈഡാണ് 6 അല്ലേ, ഏറ്റവും വലുത് 6 അല്ലേ. എന്നിട്ട് 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരച്ചു. ഇതേപോലെ തന്നെ ഇവിടെ കോമ്പസ് വെച്ചിട്ട് 4 സെൻറ്റിമീറ്റർ ഇങ്ങനെ വരച്ചു. അപ്പം 3 സെൻറ്റിമീറ്റർ ഇവിടെ, 4 സെൻറ്റിമീറ്റർ ഇവിടെ. ഈ സെൻറ്റിമീറ്റർ ഇംഗ്ലീഷ് മീഡിയക്കാർ സെൻറ്റിമീറ്ററും മറ്റവരെന്താണ് സെയിം അങ്ങനെയല്ല അടയാളപ്പെടുത്തൽ. അപ്പം അങ്ങനെ 6 സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അടുത്തത് നമ്മൾ എന്ത് ചെയ്യാം, 6 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുക, താഴെ തന്നെ എടുക്കുക. അടുത്തതും 6 സെൻറ്റിമീറ്റർ താഴെ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ തലക്ക് നമ്മളിപ്പോൾ 3 അല്ലേ ഇവിടെ എടുത്തത്, അവിടെ 4 സെൻറ്റിമീറ്ററിക്ക് ഒരു ചാപ് വരയ്ക്കുക. ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ ഇട്ടൊന്ന് വരയ്ക്കുക. അപ്പോൾ ഇവിടെ കൂട്ടിമുട്ടും. എന്നിട്ട് യോജിപ്പിച്ച് വരയ്ക്കുക. ഇവിടെ 4 സെൻറ്റിമീറ്റർ ആവും, ഇവിടെ എന്താവും 3 സെൻറ്റിമീറ്റർ ആവും. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ 6 തരത്തിലാണ് ത്രികോണം വരച്ചത്. എല്ലാറ്റിൻ്റെ അളവ് നിങ്ങൾ നോക്കി 3, 6, 4, 3 പല സൈഡിൽ വന്നതല്ല. ഇതിലും 6, 4, 3, ഇതിലും എങ്ങനെയാണ് 6, 4, 3. പക്ഷെ പലതരത്തിലുള്ള ത്രികോണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്ന് നമ്മൾ ഈ സൈഡിലേക്ക് വരച്ചു, ഫസ്റ്റ് ഈ സൈഡിലേക്ക് വരച്ചു, പിന്നെ ഈ സൈഡിലേക്ക് വരച്ചു, പിന്നെ 4 സൈഡാക്കിയപ്പോൾ ഇങ്ങനെ കിട്ടി, പിന്നെ 4 താഴാക്കിയിട്ട് ഇങ്ങോട്ട് വരച്ചപ്പോൾ ഇങ്ങനെ കിട്ടി. പിന്നെ അതേപോലെ തന്നെ 6ൽ 3 ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കിട്ടി. പിന്നെ 4 അതേ 6ൻ്റെ അവിടെ 4 വന്നപ്പോൾ 6 സെൻറ്റിമീറ്റർ താഴെ 3 സെൻറ്റിമീറ്റർ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ട്രയാങ്കിൾ കിട്ടി. ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനത്തെ ട്രയാങ്കിൾ കിട്ടി. അങ്ങനെ നമുക്ക് എത്ര തരത്തിലുള്ള ട്രയാങ്കിൾ കിട്ടി, 6 ട്രയാങ്കിൾ കിട്ടിയില്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം, ഇങ്ങനെ 6 ട്രയാങ്കിൾ വരച്ചിട്ട് വെട്ടുക. ഒരു പേജിൽ വരയ്ക്കണം എന്ന് പറഞ്ഞില്ലേ, ആ പേജിൽ വരച്ചിട്ട്, ഇപ്പം നോട്ട് ബുക്കിൽ വരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. ഇനി വേറെ ഒരു പേജ് എടുത്തിട്ട് വരച്ചിട്ട് വെട്ടണം. കൃത്യ അളവെടുക്കണം. അളവ് വരയ്ക്കേണ്ടതാണെന്നും കൂടി പറഞ്ഞുതരാം. എങ്ങനെ എടുക്കണം, താഴത്തെ സൈഡ് ഇപ്പോൾ ഇതിലാണെങ്കിൽ 3 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യണം, താഴെ എടുക്കണം. 3 സെൻറ്റിമീറ്റർ താഴെ എടുക്കണം. എന്നിട്ട് ഇവിടെ കോമ്പസ് വെക്കുക. എന്നിട്ട് ഈ സൈഡിലേക്കായിട്ട് 4 സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ ഒരു കർവ് വരയ്ക്കുക. ഇവിടെ കോമ്പസ് വെക്കുക, 6 സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോയിൽ വരയ്ക്കണേ കാട്ടാൻ, അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ എടുത്ത് തന്നിരുന്നു. ഇനി അറിയാത്തവർ പറഞ്ഞാൽ മതി. അങ്ങനെ ഓരോ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലാണെങ്കിൽ ഫസ്റ്റത്തേലാണെങ്കിൽ 3 സെൻറ്റിമീറ്റർ താഴെ, 3 സെൻറ്റിമീറ്റർ
താഴെ വെച്ചിട്ട് ഈ സൈഡിലേക്കാണ് വരച്ചിട്ടുള്ളത്, ഇതിലാണ് ആ സൈഡിലേക്ക്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഈ 6 ഐറ്റം ത്രികോണം എന്ത് ചെയ്യുക, നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് അത് വെട്ടുക. എന്നിട്ട് വെട്ടി നോക്കിയാൽ മനസ്സിലാവും നമുക്ക് എന്താ അറിയാം, വെട്ടി നോക്കണം. എന്നിട്ട് ഒപ്പം വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 6 ഇല്ലേ ഒരേപോലെ നമുക്ക് അടുക്കി വയ്ക്കാൻ പറ്റും. എന്താണ്, എല്ലാം ഇതിൻ്റെ സൈഡ് 4, 6, 3 അല്ലേ. അപ്പോൾ എങ്ങനെ വരച്ചു എന്നുള്ളതല്ല, സൈഡ് 3 ഈക്വലാണ്. അങ്ങനെ സൈഡ് 3 തുല്യല്ലേ, എല്ലാ ത്രികോണത്തിനും 6, 3, 4, 6, 3, 4 അങ്ങനെ ആകുമ്പോൾ അല്ലേ നമ്മൾ എന്ത് ചെയ്യും, വെട്ടി ഒരുപോലെ വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒന്നിൻ്റെ മേതെ ഒരു ത്രികോണം ഇങ്ങനെ വെച്ചാൽ വെട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഇങ്ങനത്തെ വെട്ടിയാലും ഇതും ഇതിൻ്റെ മേപ്പെട്ട് നമുക്കിങ്ങനെ അട്ടിയാക്കി എല്ലാതും 6 എണ്ണം നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ അട്ടിയാക്കി വെക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ 6 ത്രികോണം നമ്മൾ പല രീതിക്ക് വരച്ചെങ്കിലും അതൊക്കെ എന്താണ്, തുല്യ ത്രികോണമല്ലേ, ഈക്വൽ ട്രയാങ്കിൾ അല്ലേ, ഈക്വൽ ആയിട്ടല്ലേ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് 6 എന്തായി, ഈക്വൽ ട്രയാങ്കിളാണെന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്നൊരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി, ഒരു ത്രികോണത്തിൻ്റെ അതായത് ഒരു ട്രയാങ്കിളിൻ്റെ വശങ്ങൾ അതായത് വശങ്ങൾ എന്ന് പറഞ്ഞാൽ സൈഡ്, 3 സൈഡ് മറ്റൊരു ത്രികോണത്തിന്, ഇപ്പോൾ ഈ ത്രികോണത്തിൻ്റെ സൈഡ്, ഈ ഫസ്റ്റ് ത്രികോണത്തിൻ്റെ സൈഡ്, ഈ ത്രികോണത്തിൻ്റെ സൈഡ് എന്ത് ചെയ്യുക, മറ്റൊരു ത്രികോണത്തിൽ ഈ ത്രികോണത്തിൻ്റെ സൈഡിന് തുല്യമായാൽ, അതായത് ഈ സൈഡ്, ഇതിൻ്റെ സൈഡ് എന്തൊക്കെയാണ് 3, 4, 6, അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡും എന്താണ് 4, 3, 6 രണ്ടും ഒരേ സംഖ്യകൾ തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ കോണുകൾ എന്തായിരിക്കും, തുല്യമായിരിക്കും. കോണുകൾ എന്തായിരിക്കും, ഈ ഇങ്ങനെ 3 കോണുകളില്ലേ, സൈഡ് 3ൻ്റെ തുല്യമല്ലേ, സൈഡ് 3ൻ്റെ തുല്യമാണ് അല്ലേ. ഇവിടെ നോക്കി സൈഡ് ഇതിലും 6, 3, 4 വന്നിട്ടുള്ളത്, ഇതിലും 6, 3, 4 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ള ആംഗിളില്ലേ, ആംഗിളുകളും ഒരു തുല്യമായിട്ട്. ഇപ്പം ഇതിനിപ്പോൾ ഞാൻ കൊടുക്കുകയാണ് 40 ഡിഗ്രി, 4ൻ്റെ ഓപ്പോസിറ്റ് 40 ഡിഗ്രി കൊടുത്ത് ഇതിൻ്റെ 4ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും 40 ഡിഗ്രി. അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഈ 6ൻ്റെ ഓപ്പോസിറ്റിൽ വലിയ സൈഡ് 6ൻ്റെ ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ 60 ഡിഗ്രി കൊടുത്ത്, അപ്പോൾ ഈ 6ൻ്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. അതേപോലെ 60, 40, 60, 40, 100 അല്ലേ. ഇവിടെ 80 ഡിഗ്രി കൊടുത്താൽ, അതായത് 3ൻ്റെ ഓപ്പോസിറ്റ് 80 കൊടുത്താൽ ഇവിടെ 3ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, 80 തന്നെ ആയിരിക്കും. ഇത് ഞാനിപ്പോൾ കൊടുത്തത് എങ്ങനെയാണ്, അപ്പോൾ എന്ത് ചെയ്യണേ, അങ്ങനെ മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് ഇതിലും ഈ 2 ത്രികോണം ഞാൻ പറയും തുല്യ ത്രികോണമാണെന്ന്. എന്തുകൊണ്ട് ഞാൻ തുല്യ ത്രികോണമാണ് പറഞ്ഞത്, അതായത് ഇതിൻ്റെ 3 സൈഡും ഇതിൻ്റെ 3 സൈഡിനും ഈക്വൽ അല്ലേ. ഇതിലും 4, 3, 6 ഇതിലും അതേപോലെ തന്നെ 4, 3, 6 ഒന്ന് തിരിഞ്ഞ് വരച്ചു എന്നുള്ളൂ. എന്ന് വെച്ചിട്ട് ഇത് വെട്ടിയിട്ട് ഒപ്പം വെക്കാൻ പറ്റും നമുക്ക്. അതാണ് ഞാൻ വെട്ടിയിട്ട് നോക്കാൻ പറഞ്ഞത്. അപ്പോൾ ആംഗിൾസ് എങ്ങനെയായിരിക്കും, ഈ 3ന് ഓപ്പോസിറ്റുള്ള ആംഗിളും തുല്യമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ആംഗിളും തുല്യമാണെന്ന് പറഞ്ഞാൽ ഈ 3ന് ഓപ്പോസിറ്റുള്ള ആംഗിൾ തന്നെ ആയിരിക്കും ഈ 3ന് ഓപ്പോസിറ്റും. അതേപോലെ തന്നെ വേറെ കളർ എടുക്കട്ടെ. ഈ 6ന് ഓപ്പോസിറ്റുള്ള ആംഗിളായിരിക്കും ഈ 6ന് ഓപ്പോസിറ്റും. കളർ ഞാൻ മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ 4ന് ഓപ്പോസിറ്റ്, അതായത് ഈ 4ന് ഓപ്പോസിറ്റുള്ള ആംഗിളായിരിക്കും ഈ 4നും ഓപ്പോസിറ്റായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ, ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ, അതായത് ഒരു ത്രികോണത്തിന് 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾക്ക് തുല്യമായാൽ, അതായത് 2 ത്രികോണത്തിലും 3 വശങ്ങളും ഒരേപോലെ തന്നെയാണെങ്കിൽ, അപ്പോൾ അതിൽ 6, 3, 4 അതേപോലെ തന്നെ മറ്റൊരു ത്രികോണത്തിലും 6, 3, 4 തന്നെയാണെങ്കിൽ അവരുടെ കോണുകളും എന്തായിരിക്കും, തുല്യമായിരിക്കും. ആ സെൻറ്റൻസ് എഴുതിയെടുക്കണം. ആ സെൻറ്റൻസ് ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. ഞാനൊരു ഒഴിഞ്ഞ പേജ് എടുക്കട്ടെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഗാലറിയിൽ നിന്ന് ശരി, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ ഈ സെൻറ്റൻസ് ആണ് കേട്ടോ. മലയാളം മീഡിയക്കാർക്ക് ഇതും
കണ്ടോ ഇതെല്ലാവരും എന്ത് ചെയ്യണം ആ ത്രികോണമൊക്കെ വരച്ചത് ഒപ്പം വരച്ചിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സെൻറ്റൻസ് എടുത്ത് എഴുതിയെടുക്കുക. മലയാളം മീഡിയക്കാരും എന്താ എഴുതേണ്ടത്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എപ്പോഴും മറക്കാതിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. കാരണം എക്സാമിന് ഇത് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ ഇപ്പോൾ ഈ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ എന്തൊക്കെയാണ്, 3, 4, 5 ആണെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ വശങ്ങളും 3, 4, 5 ആണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ കോണുകളും കോണുകളും തുല്യമായിരിക്കും. അത് ഏതൊക്കെ കോണുകൾ ഏതൊക്കെ ഇതുമാണ് തുല്യം എന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 4-ന് ഓപ്പോസിറ്റുള്ള കോണ് ഇതിലും 4-ന് ഓപ്പോസിറ്റുള്ള കോൺ ഒരേതായിരിക്കും. അതേപോലെ തന്നെ ഇതിന് 5-ന് ഓപ്പോസിറ്റുള്ള കോണും ഇതിന് 5-ൻ്റെ ഓപ്പോസിറ്റുള്ള, ഇപ്പം ഇതെത്രയാണ് 10 ഡിഗ്രി ആണെങ്കിൽ ഇതും 10 ഡിഗ്രി ആയിരിക്കും. സെയിം ആയിരിക്കുന്നല്ല, 3 ആംഗിളായിരിക്കും, പക്ഷേ എന്തായിരിക്കും, രണ്ടിലും ഒരേ ആംഗിൾസ് തന്നെ ആയിരിക്കും ഉണ്ടാവും. ഇതിൽ 20 ഡിഗ്രി ആണെങ്കിൽ ഇതും 20 ഡിഗ്രി ആയിരിക്കും. ഇത് ഇപ്പം 150 ഡിഗ്രി ആണെങ്കിൽ ഇതും 150 ഡിഗ്രി ആയിരിക്കും. അതായത് ഞാൻ ഒരു ജസ്റ്റ് ഒരു ആംഗിൾ കൊടുത്താണ് കേട്ടോ. അതായത് ആംഗിൾ തുല്യമായിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയല്ല 150 ഡിഗ്രി ഉണ്ടാവും. 150 എന്ന് പറയുമ്പോൾ ഭയങ്കര ഇങ്ങോട്ടായിട്ട് ഇങ്ങനത്തെ ആംഗിളാണ് 150 ഡിഗ്രി വരിക. പക്ഷേ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുത്തുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ? ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ അതായത് 4, 3, 5 മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ, അതായത് ഇതിലും 4, 3, 5 വരുന്നെങ്കിൽ അവയ്ക്കുള്ളിലെ കോണുകളും എന്തായിരിക്കും, ആ ത്രികോണങ്ങളിലെ കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ ഇതിലുള്ള എങ്ങനെയൊക്കെയാണ് കോണ് വന്നിട്ടുള്ളതോ 150, 20, 10 ഇങ്ങനെ തന്നെ ആയിരിക്കും. അതിലും എങ്ങനെയാണ് 150, 20, 10 ഇങ്ങനെ തന്നെ രണ്ടിലും ഒരുപോലെ ആയിരിക്കും കോണ് വരിക. അപ്പം ഇനി ഇംഗ്ലീഷ് മീഡിയക്കാരുടെ സെൻറ്റൻസ് നമുക്ക് വായിച്ച് നോക്കിയാലോ. ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, if the sides of a triangle are equal to the sides of another triangle. If the sides of a triangle, ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിളിൻ്റെ സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യും, അവർക്കുള്ളിലെ ദെൻ ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾസ്, അപ്പോൾ അവയ്ക്കുള്ളിലെ ആംഗിൾസ് എന്തായിരിക്കും, 3-ലും സെയിം ആയിരിക്കും. അപ്പോൾ അതാണ് ഈ സെൻറ്റൻസ് പറഞ്ഞത്. അപ്പോൾ ഈ സെൻറ്റൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സെൻറ്റൻസിൻ്റെ മീനിങ് മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യുക, നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ട് സംഭവം മനസ്സിലായില്ലേ? ട്രയാങ്കിളിൻ്റെ സൈഡ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ സൈഡിന് ഈക്വൽ ആണെങ്കിൽ അവയ്ക്കുള്ളിലെ കോണുകൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. പിന്നെ ഇനി വേറൊരു കാര്യം പറയുന്നുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ കണ്ട കാര്യം തന്നെ. നമ്മളിപ്പോൾ നേരത്തെ ഒരു കാര്യം കണ്ടില്ലേ, ഞാൻ ഒരു ട്രയാങ്കിളും കൂടി വരയ്ക്കാം. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ വശങ്ങൾ മറ്റൊരു ട്രയാങ്കിളിൻ്റെ വശത്തിന് ഈക്വൽ ആണെങ്കിൽ, അതായത് ഇതിപ്പോൾ 4 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, ഇതൊന്നും അളവെടുക്കാതെ കേട്ടോ ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. 3 സെൻറ്റിമീറ്റർ ആണ്, ഇത് 5 സെൻറ്റിമീറ്റർ ഇങ്ങനെയാണെങ്കിൽ ആ ഒരു ത്രികോണത്തിൻ്റെ സൈഡ്, അതായത് വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതായത് ഞാൻ പറയുകയാണ് ഇല്ലേ, ഇവിടെ 30 ഡിഗ്രി, 50 ഡിഗ്രി, 100 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി, 50 ഡിഗ്രി, 100 ഡിഗ്രി തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് അറിയാം അല്ലേ? ഞാൻ പറഞ്ഞു 3 വശങ്ങളും തുല്യമാണ്, സൈഡ് തുല്യമല്ലേ. അപ്പോൾ ഇതിലും സൈഡ് തുല്യമായതുകൊണ്ട് 30 ഡിഗ്രി, 50 ഡിഗ്രി, 100 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിലും 30 ഡിഗ്രി, 50 ഡിഗ്രി, 100 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എവിടേക്കാണ് ഇത് കൊടുക്കുക? ഇപ്പോൾ ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു 30 ഡിഗ്രി ആണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ എന്തായിരിക്കും, ഇവിടെ നമുക്കൊരു 100 ഡിഗ്രി കൊടുക്കട്ടോ, കണ്ടാലെങ്ങനെ തോന്നണ്ടേ അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ 100 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും,
ഇവിടെ എന്തായിരിക്കും 100 ഡിഗ്രി, ഇവിടെയാണ് 100 ഡിഗ്രി കൊടുക്കേണ്ടത്, അല്ലാതെ ഇവിടെ അല്ല കൊടുക്കുക. ഇവിടെ കൊടുക്കാൻ എന്താണ്, ഇവിടെ 5-ന് ഓപ്പോസിറ്റാണ് 100 വന്നത്, അപ്പോൾ ഇവിടെ 5-ന് ഓപ്പോസിറ്റ് അല്ല 100 വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇവിടെ അതേപോലെ തന്നെ 3-ന് ഓപ്പോസിറ്റ്, ഈ 3-ന് ഓപ്പോസിറ്റാണ് എന്ത് വരണമെങ്കിൽ 30 വരണമെങ്കിൽ, ഇവിടെ എന്ത് വേണം, 3-ന് ഓപ്പോസിറ്റ് തന്നെയല്ലേ 30 വരേണ്ടത്. ഇവിടെ 4-ന് ഓപ്പോസിറ്റാണ് 50 വരണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, 4-ന് ഓപ്പോസിറ്റ് ആയിരിക്കും 50 വരേണ്ടത്. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ 5-നെതിരെയുള്ള 100, 3-നെതിരെയുള്ള 30, 4-നെതിരെയുള്ള 50, അതും മറ്റൊരു ത്രികോണത്തിൻ്റെ അതേപോലെ തന്നെ 5-നെതിരെയുള്ള 100, 3-നെതിരെയുള്ള 30, 4-നെതിരെയുള്ള 50 എന്തായിരിക്കും, തുല്യമായിരിക്കും. ആ സെൻറ്റൻസ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ആ സെൻറ്റൻസ് നിങ്ങൾ എഴുതിയെടുക്കാനുള്ളതാണ്. കണ്ടില്ലേ, നോക്കി, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ ഇതിപ്പോൾ എങ്ങനെ വരച്ച് എങ്ങനെ വരയ്ക്കട്ടോ. ഇതിപ്പോൾ ഞാൻ ഞാൻ ഒന്നുകൂടി വരച്ചുതരാം. ഇങ്ങനെ നേരത്തൊക്കെ ഞാൻ ഒരുപോലെ വരച്ച്. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ, സെൻറ്റൻസ് വായിക്കട്ടെ, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ, 4 ഞാൻ വെറുതെ എടുക്കണം കേട്ടോ. അത് ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളിലെ തുല്യമായ വശങ്ങൾക്ക്, ഇവിടുത്തെ ഈ മൂന്നും ഇതല്ല തുല്യമായ വശങ്ങൾ, ഈ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അതായത് ഈ തുല്യമായ വശങ്ങൾ ഈ ത്രികോണത്തിൽ 3, ഈ 3-ന് തുല്യമായ ഈ തുല്യമായ വശം, 3 അല്ല ഒരേ തുല്യമായ വശം, ഇതിനെതിരെയുള്ള ഈ കോണ് എന്തായിരിക്കും, തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണ് തുല്യമായിരിക്കും. അപ്പം ഇതിലെ 3-നെതിരെയുള്ള കോണ് ഇതിലെ 3-നെതിരെയുള്ള കോണ് ഒരുപോലെ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ 4-ന് ഓപ്പോസിറ്റുള്ള കോണും, അതേപോലെ തന്നെ ഈ 4-ന് ഓപ്പോസിറ്റുള്ള കോണും ഇത് രണ്ടുമായിരിക്കും തുല്യം. ഇനി ഈ കോണും ഏതുമായിരിക്കും, ഇതുമായിരിക്കില്ല തുല്യം, 5-ന് ഓപ്പോസിറ്റ് അങ്ങനെ ആയിരിക്കും തുല്യം. ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ സൈഡും 4, 3, 5, 4, 3, 5 ഇതും 4, 3, 5 ഈക്വൽ ആണെങ്കിൽ അവർക്കെതിരെയുള്ള then the angles opposite to the equal side, അതായത് ആംഗിൾസ് ഇപ്പോൾ ഈ ആംഗിൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്, ദ ഈക്വൽ സൈഡ്സിന് ഇപ്പോൾ 3-ന് ഓപ്പോസിറ്റ് ഉള്ളത്, അതേപോലെ തന്നെ 3-ന് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. അതായത് പറഞ്ഞാൽ മനസ്സിലാവണില്ലേ, ദെൻ ദ ആംഗിൾസ്, അത് ഏത് സൈഡിൽ ഈക്വൽ സൈഡ്സ്, അതായത് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിളും എന്തായിരിക്കും, തുല്യമായിരിക്കും. ദെൻ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്ത് ഈ സെൻറ്റൻസ് നന്നായി പഠിക്കണം. നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ, എങ്ങനെ വരികയെന്ന്. ഇപ്പം ഞാൻ എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറയാൻ ശ്രമിക്കണം. പലതരത്തിലുള്ള ട്രയാങ്കിൾ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. വശങ്ങൾ നമ്മളാണ്, ഇത് 6 സെൻറ്റിമീറ്റർ, ഇത് 6 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ, ഇത്
5 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. ഇങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നത് വിചാരിക്കാം. അപ്പം ട്രയാങ്കിളിൻ്റെ പേരും തന്നിട്ടുണ്ട്, എ ബി സി പി ക്യു ആർ ഇങ്ങനെ തന്നിട്ടുണ്ട് വിചാരിക്കാം. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതിൽ ഏതൊക്കെ കോണുകൾ, ഇതിൽ ഏതൊക്കെ കോണുകളുണ്ട് ശരിക്കും. കോൺ എ ഉണ്ട്, കോൺ ബി ഉണ്ട്, കോൺ സി ഉണ്ട്. കാരണം കോൺ എ, കോൺ ബി, കോൺ സി ഉണ്ട്. അതേപോലെ ഇതിൽ ഏതൊക്കെ കോണുണ്ട്, കോൺ പി, കോൺ ക്യു, കോൺ ആർ. ക്യു അല്ല, കോൺ ആർ. ഇങ്ങനെ 3 ഐറ്റം കോണുകളുണ്ട്. ഇതിൽ ഏതൊക്കെ കോണുകളായിരിക്കും തുല്യം? നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഞാൻ പറഞ്ഞു, സെയിം സൈഡിന് ഓപ്പോസിറ്റുള്ള കോണുകളായിരിക്കും തുല്യം. ഇപ്പം ഇതിലെ സെയിം സൈഡിന് ഓപ്പോസിറ്റുള്ള കോണായിരിക്കും ഇതിലെ സെയിം സൈഡിന് ഓപ്പോസിറ്റ്. അങ്ങനെ ആയിരിക്കും തുല്യം എന്ന്. അപ്പോൾ ഞാൻ എടുക്കുകയാണ്. നമുക്കറിയാം ഇതിലെ വലിയ സൈഡിന് ഓപ്പോസിറ്റുള്ള കോൺ ഏതാണ്? വലിയ സൈഡ് ഏതാ? ഇതിൽ 6. ഇതിലും വലിയ സൈഡ് ഏതാ? 6. ആ വലിയ സൈഡിന് ഓപ്പോസിറ്റുള്ള കോണ്, 6ന് ഓപ്പോസിറ്റ് ഏതാണ്? കോൺ എ. അത് ഇതിലെ കോണിന് ഏതിനായിരിക്കും തുല്യം? 6നല്ലേ? കാരണം വലിയ സൈഡായ 6ന് ഓപ്പോസിറ്റ് 6അല്ലേ നിൽക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത സൈഡ് എടുക്കുക, കോൺ ബി. കോൺ ബി ഏതിനാണ്? 5ന് ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ ഇതിനും 5ന് ഓപ്പോസിറ്റ് ഏതാണ്? 5ന് ഓപ്പോസിറ്റ് കോൺ പി. അതേപോലെ തന്നെ ഇവിടെ കോൺ സി 3ന് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇവിടെ 3ന് ഓപ്പോസിറ്റ് ഏതാണ്? കോൺ ക്യു. ഇതല്ലേ എന്തെന്ന് പറഞ്ഞത്? ഈക്വൽ ആംഗിൾസ് അല്ലേ? കോണുകൾ ഈക്വൽ ആംഗിൾസ് ഇതല്ലേ? ഇതിൽ 3 ഐറ്റം കോണുകളുണ്ട്. ഇത് ഏതൊക്കെ തുല്യം എന്ന് അറിയണമെങ്കിൽ ഒരേപോലത്തെ, ഇപ്പം 3ന് ഓപ്പോസിറ്റുള്ള ഇതിന് ഏത് കോണാണോ അതേപോലെ തന്നെ ഇതിന് 3ന് ഓപ്പോസിറ്റ് ഉള്ളത്. അങ്ങനെയാണ് എന്ത് ചെയ്യുക വരെ. ഇത് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇനി അതുപോലെ തന്നെ ഞാൻ വേറൊരു ട്രയാങ്കിളും കൂടി വരയ്ക്കുക. അത് കണ്ടിട്ട് പറയണം ഏതൊക്കെയാണെന്ന്. അപ്പോൾ എന്ത് ചെയ്യാണ്? ഇത് വായിക്കണം. നിങ്ങളിത് എഴുതിയെടുത്തിട്ടുണ്ടാവണം കേട്ടോ. ഇനി ഇതുപോലെ ഞാൻ രണ്ട് എന്ത് ചെയ്യും ട്രയാങ്കിൾ വരയ്ക്കും. ഇതൊരു വൃത്തിയില്ലല്ലേ? ഞാൻ ട്രയാങ്കിൾ വരയ്ക്കാം കേട്ടോ. മായ്ച്ച്. അപ്പോൾ ഈ 2 ട്രയാങ്കിളാണ്. ഇതിൽ നമുക്ക് സൈഡിന് ഇത് കൊടുത്താലോ? ഇത് 3, ഈ താഴെ 3 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. ഇത് 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിലിവിടെ 2, ഇതിലിവിടെ 2, ഇതിലിവിടെ 3. അത് എവിടെയെങ്കിലൊക്കെ ആയാലും കുഴപ്പമില്ല. അത് തുല്യ ത്രികോണമല്ലേ? സൈഡ് 3 ഈക്വൽ ആയതുകൊണ്ട് നമുക്കിതിൻ്റെ പേര് കൊടുക്കാം. L M N. ഇതിൻ്റെ X Y Z ഇങ്ങനെ കൊടുത്ത്. ഇതിൽ ഇനിയിപ്പോൾ ഏതൊക്കെ കോണുകളായിരിക്കും തുല്യം? കോണ് L ഞാൻ എഴുതാം. കോണ് L, ഇതിലാണ് കോൺ L ഉള്ളത്. ഈ കോണിൽ ഇവിടെ ഏതിനായിരിക്കും തുല്യം? ഇവിടെ 4ന് ഓപ്പോസിറ്റാണ് കോൺ L വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 4ന് ഓപ്പോസിറ്റ് ഏതാണ്? കോണ് Y ഈക്വൽ ടു കോൺ Y ആയിരിക്കും. കോണ് Y ആയിരിക്കും. അതേപോലെ ഇവിടെ കോണ് M. കോണ് M ഏതിനെ ഓപ്പോസിറ്റാണ് വന്നിട്ടുള്ളത്? 2ന് ഓപ്പോസിറ്റാണ്. ഇവിടെ 2ന് ഓപ്പോസിറ്റ് ഏതാണ് വന്നിട്ടുള്ളത്? കോണ് Z. ഓപ്പോസിറ്റ് പറയുമ്പോൾ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. കോണ് Z. ഇനിയിപ്പോൾ കോണ് N 3ന് ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ഇവിടെ 3ന് ഓപ്പോസിറ്റ് ഏതായിരിക്കും? കോണ് X. കോണെന്ന് വെച്ചാൽ ആംഗിള്.
ആംഗിൾ എൽ ഈക്വൽ ടു ആംഗിൾ വൈ, ആംഗിൾ എം ഈക്വൽ ടു ആംഗിൾ സെറ്റ്, ആംഗിൾ എൻ ഈക്വൽ ടു ആംഗിൾ എക്സ്. അപ്പം ഇങ്ങനെ ഇനി ഇതുപോലെ ഞാൻ ട്രയാങ്കിൾ ഹോംവർക്കായിട്ട് ഗ്രൂപ്പിൽ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയണം ഏതിനാണ് ഈക്വൽ, എങ്ങനെയാണ് ഈക്വൽ എന്ന്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പിന്നെ അടുത്തതിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഏതാ കോണിൻ്റെ തുക തന്നിട്ടില്ല. അപ്പോൾ കോണ് ആംഗിൾ എൽ എം എൻ ഇങ്ങനെ എല്ലാം എടുത്തിട്ടുള്ളൂ, അല്ലാതെ ആംഗിൾ 50 60 70 ഇങ്ങനെ എടുത്തിട്ടില്ല. അപ്പം നമുക്ക് അങ്ങനെ എടുത്തിട്ടുള്ളതൊന്ന് നോക്കിയാലോ. അപ്പം എടുത്തിട്ടുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താഴേക്ക് പോവാം. അപ്പം നിങ്ങൾക്ക് വേറൊരു ട്രയാങ്കിൾ തന്ന് വിചാരിക്കാം. വേറൊരു ട്രയാങ്കിൾ തന്ന് വിചാരിക്കുക. ഇപ്പം എന്താ ചെയ്യുക, ഞാൻ വേറൊരു ട്രയാങ്കിൾ തരാം. അപ്പം അതിൻ്റെ എന്ത് ചെയ്യും, ഒരു ട്രയാങ്കിളിൻ്റെ ഞാൻ ചോദിക്കുകയാണ്. ഇത് 40 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. അപ്പം നിങ്ങൾ ഈ ഡിഗ്രി എങ്ങനെ കണ്ടെത്തുക? ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒന്ന് തന്നാൽ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടോ? ഞാൻ അതിനാണ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഇവരുടെയൊക്കെ തുക എത്രയാണ്, 180 ഡിഗ്രി എന്ന് പറഞ്ഞു. അപ്പോൾ 40 + 60 + ആ കോണിൻ്റെ തുക, ഡാഷിൻ്റെ തുകയായിരിക്കും എന്ത്. ഇതിപ്പോൾ ഒരു ABC, കോൺ സി ആയിരിക്കും എന്തെന്ന് പറയാം 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് 180 ഇത് കുറച്ചാൽ ഇത് എത്രയെന്ന് കിട്ടൂലേ. അപ്പോൾ 40 60 നിന്ന് കുറയ്ക്കുക, 40 കുറയ്ക്കുക 60 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 80 ഡിഗ്രിന്ന് കിട്ടും. നിങ്ങൾ കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ തന്നിട്ട് ഞങ്ങൾ 180 ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. അപ്പം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്ത് അതൊന്നും ഇവിടെ കാണിച്ചു എന്നുള്ളൂ. അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എക്സാമിന്, ഇങ്ങനൊരു ട്രയാങ്കിൾ തന്ന് ഇനി ഇതേപോലെ തന്നെ ഇവിടെ വേറൊരു ട്രയാങ്കിൾ തന്ന് PQR. ഇതിൻ്റെ ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും സൈഡ്സ് തുല്യമാണ്, AB PQക്ക് തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഇപ്പോൾ AB = PQ അങ്ങനെ തരുമ്പോഴേക്ക് നമ്മൾ ABയുടെ അവിടെ ഒരു വര ഇടുക, PQൻ്റെ അവിടെ എന്ത് ചെയ്യുക, അവിടെ ഒരു വര ഇടാം. പിന്നെ തന്നിട്ടുണ്ടാവുക BC, അപ്പോൾ അതിന് 2 വര ഇടാം. BC PRന് തുല്യമാണെന്ന് പറഞ്ഞാൽ BC PRന് തുല്യമാണെന്ന് ക്വസ്റ്റ്യനിൽ തരുന്ന കേട്ടോ അതൊക്കെ. അപ്പോൾ 2 വര ഇടാം. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഇതും എന്തായിരിക്കും അതേപോലെ തന്നെ AC എന്ത് ചെയ്യുക, AC അപ്പോൾ എന്തായിരിക്കും, AC ഇവിടെ ഈ RQന് തുല്യമാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനെന്തിടുക, ഇങ്ങനെ 3 വര ഇടുക. നിങ്ങൾ പെൻസിലേറ്റാ പെന്നായിട്ടായാലും 3 വര ഇങ്ങനെ കൊടുക്കണം. എന്നാൽ പിന്നെ നമുക്ക് വളരെ ഈസിയായി. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ 40 ഡിഗ്രി 60 ഡിഗ്രി പിന്നെ നമ്മൾ കണ്ടുപിടിച്ച 80 ഡിഗ്രി, 180 കുറച്ചപ്പോൾ 80 ഡിഗ്രി കിട്ടിയില്ല, അങ്ങനെ ഉണ്ട്. അപ്പം നിങ്ങൾ പറയും കോണി നമുക്കറിയാം 40 ഡിഗ്രിയാണെന്ന്, 40 ഡിഗ്രിന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഏത് കോണായിരിക്കും 40 ഡിഗ്രി വരിക, ഈ 2 ഇട്ട സ്ഥലത്തിന് ഓപ്പോസിറ്റാണ് 40 ഡിഗ്രി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ഇട്ട സ്ഥലത്തിന് ഓപ്പോസിറ്റ് ആയിരിക്കില്ല, അതായത് Q ആയിരിക്കില്ല 40 ഡിഗ്രി, കോൺ Q. ഇനി അടുത്തത് കോൺ 60 ഡിഗ്രി, കോൺ BC = 60 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഏതായിരിക്കും 60, 3 വരൻ്റെ ഓപ്പോസിറ്റ് 60 വന്നെങ്കിൽ ഇവിടെ 3 വരൻ്റെ ഓപ്പോസിറ്റ് P അല്ലേ. അപ്പോൾ കോൺ P, അപ്പോൾ കോൺ P ആയിരിക്കും 60. അപ്പോൾ നിങ്ങൾ ഈ കോണുകളൊക്കെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ കോൺ Q = 40 ഡിഗ്രി എന്ന് എഴുതണം. ഇവിടെ കോൺ P = 60 ഡിഗ്രി. അതേപോലെ തന്നെ അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും കോൺ C എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു, 80 ഡിഗ്രി. അപ്പോൾ അത് ഏത് കോണിന് ഈക്വൽ ആയിരിക്കും, കോൺ C എന്ന് പറഞ്ഞാൽ ഒരു വരയ്ക്ക് ഓപ്പോസിറ്റ്. അപ്പോൾ ഒരു വരയ്ക്ക് ഓപ്പോസിറ്റ് കോൺ Rന്. അപ്പോൾ കോൺ R എന്തായിരിക്കും, 80 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ, ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഇതിൻ്റെ ആംഗിൾ മാത്രമാണ് കിട്ടിയത്. എന്നിട്ട് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ട്രയാങ്കിൾ തരും, എന്നിട്ട് ചില ഭാഗങ്ങൾ എന്ത് ചെയ്യും ഈക്വൽ ആണെന്ന് പറയും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റേ സൈഡും മറ്റേ ഭാഗവും ഈക്വലായിട്ട് അതിൻ്റെ ആംഗിൾസ് എന്ത് ചെയ്യണം കണ്ടുപിടിക്കാനുണ്ടാവും. ഇതായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരിക.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ രണ്ട് ഡെഫിനിഷൻസ് കാണാതെ പഠിക്കണം. ആ ആംഗിൾസ് തുല്യമാണെങ്കിൽ മറ്റേതിൻ്റെ ആംഗിൾസും തുല്യമായിരിക്കും. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് തുല്യമാണെങ്കിൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് സൈഡും രണ്ടിലും തുല്യമായിരിക്കും. ഈ രണ്ട് ഡെഫിനിഷൻ ഇല്ല, ഡെഫിനിഷനായിട്ട് തന്നെ പഠിക്കണം. ഇനിയിപ്പം വേറൊരു സംഭവം. ഇപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ രൂപം വരച്ചു തരാം. അതായത് ചതുർഭുജം. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചതുർഭുജം. ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളോട് പറഞ്ഞു ഈ സൈഡും ഈ സൈഡും തുല്യമാണെന്ന് പറഞ്ഞു. ഈ സൈഡും രണ്ട് വരട്ട രണ്ട് സൈഡ് തുല്യം. അപ്പം പിന്നെ ഇതും രണ്ടിനും കൂടി കോമൺ അല്ലേ? അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഈ ആ സൈഡും രണ്ടിനുള്ളതുകൊണ്ട് ഈ മുകളിലത്തെ ത്രികോണം താഴത്തെ ത്രികോണം ഈക്വൽ ട്രയാങ്കിൾസ് ആവൂലേ? ഈക്വൽ ട്രയാങ്കിൾ അല്ലേ? ഈക്വൽ ട്രയാങ്കിൾ അല്ല. ഈ ഈക്വൽ ട്രയാങ്കിൾ ആണോ എന്ന് ചോദിക്കും നിങ്ങളോട്. അപ്പോൾ ആണെന്ന് നിങ്ങൾ പറയും. കാരണം ഈ രണ്ട് വശം തുല്യമാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ വശം തുല്യമാണെന്ന് രണ്ട് വരട്ടൊരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ട് വര നമ്മൾ അവിടെ ഇടുക. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ AB = PC. അപ്പോൾ നമ്മൾ AB ഏതാണ് PC ഏതാണെന്ന് നോക്കിയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. പിന്നെ ഈ വശം തുല്യമാണെന്ന് പറഞ്ഞു. പിന്നെ ഇതപ്പോൾ കോമൺ രണ്ടിനുള്ളതുകൊണ്ട് തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ തുല്യമാണ് എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഈക്വൽ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ S എന്ന് മാത്രം എഴുതി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എഴുതണം. അപ്പോൾ ഡെഫിനിഷൻ എന്തുകൊണ്ട് ഈക്വൽ എന്ന് വെച്ചാൽ 3 വശങ്ങൾ ഈക്വൽ ആയതുകൊണ്ടല്ല, 3 സൈഡും ആ ഡെഫിനിഷൻ അല്ലേ പഠിപ്പിച്ച തന്ന ഡെഫിനിഷൻ എഴുതി വയ്ക്കണം. 3 സൈഡ്സ് മറ്റേതിൻ്റെ 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ ആ ഡെഫിനിഷൻ അല്ലേ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഡെഫിനിഷൻ എഴുതി വെക്കണം. ഈ ഡെഫിനിഷന് ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ ദെൻ ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ ഓൾസോ ഈക്വൽ. അതുകൊണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് അതെന്താണ് ഈക്വൽ ട്രയാങ്കിൾ ആവുന്നത്. കോണുകളും തുല്യമാണ്. അതുകൊണ്ടാണ് ഈ ഡെഫിനിഷൻ എഴുതി വെക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷന് അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ ഡെഫിനിഷനും കറക്റ്റായിട്ട് പഠിച്ചു വരിക. പിന്നെ ഞാൻ ഒരു ട്രയാങ്കിൾ വെട്ടി എടുക്കാൻ പറഞ്ഞിരുന്നില്ലേ, ആ വെട്ടി എടുത്തിട്ട് ഗ്രൂപ്പിലിടണം. പിന്നെ ഞാൻ കുറച്ച് ഇതുമായി ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അയച്ചു തരും വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ അതും ആൻസർ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോഴത്തേക്കിനും ഇത് പഠിച്ചു വരണം. പഠിക്കാതെ വെറുതെ ക്ലാസ്സും കണ്ടിട്ട് അടുത്ത ക്ലാസ്സിൽ കയറി വന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾ സൈഡും മറന്നു പോയിട്ടുണ്ടാവും, ആംഗിളും മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അത് മറന്നു പോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതപ്പം ചെന്ന് പഠിക്കണം. അന്നാന്ന് പഠിച്ചാലാണ് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാവരും അടുത്ത ക്ലാസ്സിലേക്ക് ഇത് പഠിച്ചിട്ട് വരാം. കാര്യങ്ങൾ ഫുള്ള് എഴുതിയെടുക്കണം. ഇപ്പോൾ ആ ഡെഫിനിഷൻസും ഒരു 5 വട്ടം എഴുതണം കേട്ടോ. 5 വട്ടം എഴുതിയിട്ട് ഞാൻ ചോദിക്കും. എന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അത് 10 പ്രാവശ്യം എഴുതിപ്പിക്കും. അപ്പോൾ ഓക്കെ, ക്ലാസ് നിർത്തുകയാണ്.